UDF MP ജോസ് കെ മാണി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് സോളാർ കേസിലെ പ്രതി സരിത എസ് നായർ. ദില്ലിയിലെ ഫ്ളാറ്റിലും കോട്ടയത്തെ ഓഫീസിലും വെച്ച് ജോസ് കെ മാണി പീഡിപ്പിച്ചതായി കാണിച്ച് പത്തനംതിട്ട ജയിലിൽ കഴിയവേ സരിത എഴുതിയ കത്തിന്റെ ഭാഗം പുറത്തുവന്നു. KPCC സെക്രട്ടറി N സുബ്രഹ്മണ്യനും പാവം പയ്യൻ തോമസ് കുരുവിളയ്ക്കും എതിരെ കത്തിൽ പരാമർശമുണ്ട്. ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസിനെയും UDF-നെ ആകത്തന്നെയും പ്രതിരോധത്തിലാക്കുന്നതാണ് സരിതയുടെ പുറത്തുവന്ന കത്തിന്റെ ഒരു ഭാഗം. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി സരിത എസ് നായർ പത്തനംതിട്ട ജയിലിൽ റിമാൻഡിൽ കഴിയവെയാണ് ഈ കത്തെഴുതിയത്. കോട്ടയം MP ജോസ് കെ മാണി തന്നെ ശാരീരികമായി ഉപയോഗിച്ചെന്ന് സരിത എസ് നായർ കത്തിൽ വെളിപ്പെടുത്തുന്നു. ടീം സോളാർ കാരണം തനിക്ക് നഷ്ടമായത് തന്നെ തന്നെയാണെന്ന് സരിത എസ് നായരുടെ കത്തിലുണ്ട്. കോട്ടയം MP ജോസ് കെ മാണി മാന്യനാണ്. ദില്ലിയിൽ വെച്ച് കണ്ട മീറ്റിംഗിന് ശേഷം ഒരു പൊതുസ്ഥലത്ത് വെച്ച് ടോയ്ലറ്റിന്റെ മറവിൽ അയാളുടെ രഹസ്യഭാഗം കാണിച്ചതെന്ന് വരുന്നോ എന്ന് ചോദിച്ചതായും സരിതയുടെ കത്തിൽ പറയുന്നു. ഫോൺ കോളുകൾ വഴി ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഡൽഹിയിലെ ഫ്ളാറ്റിലും കേരളത്തിലെ ഓഫീസിലും വെച്ച് തന്നെ വിളിച്ചു വരുത്തി വചനസുരിതം ചെയ്യിച്ചതായും കത്തിലുണ്ട്. ബിസിനസ് മെച്ചപ്പെടുത്താനായി തനിക്ക് ശരീരം കാഴ്ചവെക്കേണ്ടി വന്നുവെന്ന് സരിത പറയുന്നു. എന്നാൽ കേസ് വന്നപ്പോൾ തന്നെ വ്യഭിചാരിയായി മുദ്രകുത്തിയെന്നും സരിത എസ് നായരുടെ കത്തിലുണ്ട്. പണം തന്ന് സഹായിക്കാമെന്ന വാഗ്ദാനം നൽകി KPCC ജനറൽ സെക്രട്ടറി N സുബ്രഹ്മണ്യൻ ചെന്നൈയിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി തന്നെ ശാരീരികമായി ഉപയോഗിച്ചു. ഇത് താൻ അറസ്റ്റിലാകുന്നതിന് ഒരു മാസം മുമ്പായിരുന്നുവെന്നും കത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദില്ലിയിലെ പ്രതിപുരുഷനായി അറിയപ്പെട്ടിരുന്ന തോമസ് കുരുവിളയുടെ പേരും കത്തിൽ പരാമർശിക്കുന്നു. പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്തവയാണ് കത്തിന്റെ ഉള്ളടക്കം. ബാർക്കോഴ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുങ്ങിത്താഴുന്ന UDF-നെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതാണ് ജോസ് കെ മാണിയുടെ പേര് പരാമർശിക്കുന്ന സരിതയുടെ കത്ത്. ന്യൂസ് ഡെസ്ക്. അതേസമയം കത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്ത് സരിത രംഗത്തെത്തി. പുറത്തുവന്ന കത്തിനെക്കുറിച്ച് അറിയില്ലെന്നും കത്ത് താൻ എഴുതിയതല്ലെന്നും സരിത പറഞ്ഞു. നിയമ നടപടി സ്വീകരിക്കുമെന്നും സരിത പീപ്പിളിനോട് പറഞ്ഞു. അല്ല, ഞാൻ അത് കണ്ടിരുന്നു. എന്റെ കത്ത് എന്റെ കയ്യിലുണ്ട്. എന്റെ കത്ത് ഞാൻ പുറത്തു വിട്ടിട്ടുമില്ല. ഞാനിപ്പോ ഒരു രാഷ്ട്രീയ സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. കാര്യം ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല. ഇത് എന്തിന്റെ ഫോട്ടോ കോപ്പിയാണെന്നും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് വിടുന്നുണ്ട്. അല്ലാതെ ഞാൻ ഈ കത്ത് എഴുതിയിട്ടില്ല. ഞാൻ ഈ കത്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. കത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് ഒരു MP-ക്ക് ചേർന്ന കാര്യങ്ങളാണോ എന്ന് PC ജോർജ് ചോദിച്ചു. കത്ത് പുറത്തു വന്നതിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും PC ജോർജ് വ്യക്തമാക്കി. ഞാൻ കത്ത് വായിച്ചതാണ്. ദൈവത്തെ ഓർത്തുകൊണ്ട് പറയാം, ആ കത്ത് സംബന്ധിച്ച് ഒരു വാക്കും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ മാത്രമുള്ള മാനസികമല്ല. ഞാനത് ആരെയും, ഞാൻ പറഞ്ഞല്ലോ, അത് പറഞ്ഞ ഉടനെ ബോംബ് വന്ന് നീയും ചൂടാവും വേണ്ട. എനിക്ക് ഒരു ബോംബും ഇല്ല. ഞാനൊരു ബോംബും കൊണ്ട് നടക്കുന്നില്ല. ഞാൻ ആ കത്ത് വായിച്ചതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനകത്ത് ജോസ് കെ മാണിയുടെ പേരുള്ളതുമാണ്. ഞാൻ വായിച്ചതാണ്. പക്ഷേ അതിൻ്റെ വിശദാംശം അടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്യാം. സരിത എഴുതിയ കത്തിനെ കുറിച്ച് അറിയില്ലെന്നും അതിനാൽ പ്രതികരിക്കുന്നില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാകാതെ UDF. മാരത്തൺ ചർച്ചകൾക്ക് ശേഷവും ഇക്കാര്യത്തിൽ തീരുമാനമായില്ല. പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ ചീഫ് വിപ്പ് സ്ഥാനം ഒഴിയില്ലെന്ന് PC ജോർജ് വ്യക്തമാക്കി. മുന്നണിയുടെ തീരുമാനം കാത്തിരിക്കുന്നുവെന്ന് മാണി പ്രതികരിച്ചു. മാരത്തൺ ചർച്ച രാത്രിയിലും തുടർന്നു. ആലോചനകളും ചർച്ചകളും വഴിമുട്ടിയതോടെ PC ജോർജ് KM മാണി തർക്കം UDF-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും തമ്മിൽ നടന്ന ആദ്യവട്ട ചർച്ചയിൽ തന്നെ അനുരഞ്ജന ശ്രമത്തിന് വഴങ്ങാതെ KM മാണി പ്രതിഷേധമറിയിച്ച് ഇറങ്ങിപ്പോയി. PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്തു നിന്നും UDF ഉന്നതാധികാര സമിതിയിൽ നിന്നും മാറ്റണമെന്ന പിടിവാശിയിൽ മാണി നിന്നപ്പോൾ താൻ രാജിവെക്കില്ലെന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യത്തിൽ PC ജോർജും ഉറച്ചുനിന്നു. സെക്രട്ടേറിയറ്റിൽ നടന്ന രണ്ടാം വട്ട ചർച്ചയിലും തർക്കം രൂക്ഷമായതോടെ മുഖ്യമന്ത്രി ചർച്ച പാതിവഴിയിലാക്കി പുറത്തിറങ്ങി. എന്നാൽ ചർച്ച വിജയമായിരുന്നുവെന്നും ഉചിതമായ തീരുമാനം നാളെ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചർച്ചകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നാളെ ഒരു തീരുമാനം എടുക്കും. കാരണം ആഭ്യന്തരമന്ത്രിക്ക് പെട്ടെന്ന് അദ്ദേഹം നേരത്തെ ഏറ്റവും ഒരു പരിപാടിക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് നാളെ തീരുമാനമുണ്ടാകും. സമവായ ചർച്ചകളിൽ പങ്കെടുത്ത രമേശ് ചെന്നിത്തലയും ഇതേ അഭിപ്രായം തന്നെയാണ് പങ്കുവച്ചത്. ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നാളെ തീരുമാനം ഉണ്ടാകും. എന്നാൽ ചർച്ചയ്ക്കൊടുവിൽ പ്രതികരിച്ച PC ജോർജ് മാണിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തന്നെയും കൂടെയുള്ളവരെയും കൊടുക്കാനുള്ള മാണിയുടെ തന്ത്രം കയ്യിലിരിക്കട്ടെ എന്നും ചീഫ് വിപ്പ് സ്ഥാനം രാജിവെക്കില്ലെന്നും തന്റെ ഇടമുണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കട്ടെ എന്നും PC ജോർജ് പ്രതികരിച്ചു. എന്നെയും എന്നോടൊപ്പം നിൽക്കുന്നവരെയും കാലുമാറ്റ നിരോധന നിയമത്തിൽപ്പെടുത്തി കുറുക്കാമെന്നുള്ള ആ കള്ളക്കച്ചവടത്തിനൊന്നും ആരും ഇറങ്ങണ്ട. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എല്ലാവരോടും കളിക്കുന്നതുള്ള തമാശകൾ എന്നോട് വേണ്ട. മനസ്സിലായല്ലോ, ഞാൻ അങ്ങനെ പുറകോട്ടില്ല. സമവായ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ PC ജോർജ് വിഷയം വരും ദിവസങ്ങളിൽ UDF-നെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. VJ മനീഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
മാണി വിഷയത്തിൽ KPCC ഭാരവാഹി യോഗത്തിൽ തുറന്ന പോര്. മാണിയെ മാറ്റി നിർത്തണമായിരുന്നുവെന്ന് VD സതീശൻ. മാണിയെയും ജോർജിനെയും രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഓടി നടക്കുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. മാണിയേക്കാൾ വലിയ അഴിമതി നടത്തിയ മന്ത്രിമാർ കോൺഗ്രസിലുണ്ടെന്നും സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ രക്ഷിച്ചത് ഘടകകക്ഷികളാണെന്നും ഹസൻ ഓർമ്മപ്പെടുത്തി. KM മാണിയെ സംരക്ഷിക്കുന്നതിന് ചൊല്ലി AI ഗ്രൂപ്പുകൾ തമ്മിൽ തുറന്ന പോരാണ് KPCC ഭാരവാഹി യോഗത്തിൽ നടന്നത്. KM മാണിയോട് യഥാസമയം മാറി നിൽക്കാൻ പറയാൻ നേതൃത്വം തയ്യാറാകണമായിരുന്നുവെന്ന് VD സതീശൻ തുറന്നടിച്ചു. നേതൃത്വം കൃത്യസമയത്ത് തീരുമാനമെടുത്തില്ല. അഴിമതിയുടെ പിതൃത്വം പേറേണ്ട കാര്യം പാർട്ടിക്കില്ല. ഞെട്ടിക്കുന്ന അഴിമതി നടത്തിയ കോൺഗ്രസ് മന്ത്രിമാരും മന്ത്രിസഭയിലുണ്ടെന്ന് ഓർക്കണമെന്ന് ഹസൻ മറുപടി നൽകി. ഘടകകക്ഷികൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ കയ്യിൽ നിൽക്കില്ല. സോളാർ ആരോപണത്തിൽ മറ്റു കക്ഷികൾ മുഖ്യമന്ത്രിയെ പിന്തുണച്ചു. ഘടകകക്ഷി മന്ത്രിമാരെ സംരക്ഷിക്കേണ്ട ബാധ്യത കോൺഗ്രസിനാണെന്നും ഹസൻ മറുപടി നൽകി. വിവാദങ്ങൾ ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് വിഷ്ണുനാഥും ഇടപെട്ടു. വയലാർ രവിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് സമിതി ചർച്ച ചെയ്യാതിരുന്നത് വിമർശന വിധേയമായി. പാർട്ടി അധ്യക്ഷന്റെ നിലപാടുകളെ സർക്കാർ പരിഗണിക്കുന്നില്ല, പാർട്ടി പ്രവർത്തകരെ മന്ത്രിമാർ വകവെക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങളും യോഗത്തിൽ ഉയർന്നു. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 6 ദിവസമായി തുടരുന്ന ചരക്ക് ലോറി സമരം പിൻവലിച്ചു. ലോറി ഉടമകൾ മുഖ്യമന്ത്രിയുമായും KM മാണിയുമായും വാണിജ്യ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ബാർക്കോഴ കേസിൽ ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് വിജിലൻസ് പ്രത്യേക കോടതിയിൽ അപേക്ഷ നൽകി. എന്നാൽ തെളിവിനായി ഹാർഡ് ഡിസ്ക് ആവശ്യപ്പെട്ടിട്ടില്ല. തെളിവുകളുടെ വിചാരണ വേളയിൽ മൊഴി മാറ്റുന്നത് ഒഴിവാക്കാനായിരുന്നു കോടതി ബിജുവിന്റെ രഹസ്യമൊഴിയെടുത്തത്. പാമോലിൻ കേസിൽ വിജിലൻസിന് അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് TH മുസ്തഫ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതി വിധി. പാമോലിൻ അഴിമതി കേസ് രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ വിധി പറയുന്നത് കൊച്ചി NIA കോടതി മാറ്റിവെച്ചു. ഇരുഭാഗത്തെയും വാദമുഖങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനാണ് വിധി പറയുന്നത് മാറ്റിയത്. കേസ് ഈ മാസം 9-ന് വീണ്ടും പരിഗണിക്കും. കൈവെട്ട് കേസിന്റെ വിധി ഇന്നത്തേക്ക് നിശ്ചയിച്ചിരുന്നതിനാൽ രാവിലെ 10:30 തന്നെ പ്രതികളെ കൊച്ചിയിലെ NIA കോടതിയിൽ എത്തിച്ചിരുന്നു. ജാമ്യത്തിലുള്ളവരും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഉള്ളവരും ഉൾപ്പെടെ മുഴുവൻ പ്രതികളും കോടതിയിലെത്തിയിരുന്നു. 11 മണിക്ക് കോടതി ചേർന്ന കേസ് വിളിച്ചപ്പോൾ വിധി പറയുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയാണെന്ന് ജഡ്ജി P ശശിധരൻ അറിയിച്ചു. വാദിഭാഗത്തിൻ്റെയും പ്രതിഭാഗത്തിൻ്റെയും വാദമുഖങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തണം. അതിനാൽ കേസുമായി ബന്ധപ്പെട്ട ഫയൽ ഒരിക്കൽ കൂടി തുറന്ന് പരിശോധിച്ച ശേഷം മറ്റൊരു ദിവസം വിധി പറയുമെന്നും കോടതി വ്യക്തമാക്കി. ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്ന് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയെന്നാണ് കേസ്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആദ്യം അന്വേഷിച്ച കേസിൽ NIA ആണ് അന്തിമഘട്ടത്തിൽ കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. 37 പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളതെങ്കിലും 1-ാം പ്രതി സവാദ് ഉൾപ്പെടെ 6 പേർ ഒളിവിലാണ്. 31 പ്രതികൾക്കെതിരായ വിചാരണ കോടതി പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇപ്പോൾ ജോസ് കെ മാണി MP വിമാനത്താവളത്തിൽ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ചില കത്തുകളുടെ രൂപത്തിൽ പുറത്തു വന്നിരിക്കും. ഇതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്ന് താങ്കൾ കരുതുന്നു? ഇന്ന് മാധ്യമങ്ങളിൽ വന്ന ആരോപണം ഗുണ്ട ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയമാണ്. ഇത്തരം ഗുണ്ട ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയത്തിന് കീഴടങ്ങാൻ ഒരിക്കലും ഞാൻ ഉണ്ടാകില്ല. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം ഇന്നത്തെ ദിവസത്തെ രാഷ്ട്രീയ സാഹചര്യം. ആ സാഹചര്യം എന്നുള്ള ഇന്നേ ദിവസം തന്നെ ഇത്തരം ഒരു ആരോപണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വളരെ വ്യക്തമാണ് ഒരു ഗൂഢാലോചനയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്ന് ഡൽഹിയിലായിരുന്നു ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് ഒരു 2 മിനിറ്റ് മുമ്പാണ് ഇപ്രകാരം ആരോപണം വന്നിരിക്കുന്നത്. അതുപോലും ആസൂത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് നേരിട്ടൊരു പ്രതികരണം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ റിട്ടേണായിട്ട് ഫോണിൽ കൂടെ ഒരു കാര്യം പറഞ്ഞ് അത് ഓഫീസിൽ നിന്ന് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലുള്ള ഈ ഗൂഢാലോചന അത് അന്വേഷിക്കണം. അത് പോലീസ് അന്വേഷിച്ച് ഇതിൻ്റെ പിന്നിൽ ആരാണോ ഉള്ളത് അത് വിളിച്ചിട്ട് തന്നെ കൊണ്ടുപോകണം. നിങ്ങൾ കൂട്ടി വായിക്കുക, മാധ്യമങ്ങൾ നിങ്ങളും സഹായിക്കുക. ഇതൊക്കെ ഈ പേപ്പറുകളൊക്കെ നിങ്ങളുടെ അടുത്തിലേക്ക് വന്നിരിക്കുന്നത് കൂട്ടി വായിക്കുക, നിങ്ങളെ സഹായിക്കുക. ഈ 4 മണിക്കൂർ ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് 5 മണിക്കൂറായി. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംസാരങ്ങളായിരുന്നു, ഏത് രീതിയിലാണ് വന്നിരിക്കുന്നതെന്നും എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം, ജനങ്ങൾ ഇത് തീർച്ചയായിട്ടും തിരിച്ചറിയും എന്നുള്ളത് സംശയമാണ്. PC ജോർജ് താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തെ ഇത് ബാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇത് ഈ രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള ബ്ലാക്ക്മെയിലുകൾ അത് ചില വ്യക്തികളുടെയൊക്കെ പ്രത്യേക ഒരു വ്യക്തി താല്പര്യത്തിനുണ്ടാകാം. ഒരു കാര്യമുള്ളത് എനിക്ക് പറയാനുള്ളത്, കേരള കോൺഗ്രസ് പാർട്ടിയെ തകർക്കാൻ നേതാക്കന്മാരെ തകർത്തുകൊണ്ട് ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി തകർക്കാൻ ആരെയും അനുവദിക്കില്ല.
മാത്രമല്ല കേരള കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ടെടുത്തുള്ള തീരുമാനങ്ങൾ എന്താകട്ടെ അത് നടപ്പിലാക്കും. അത് യാതൊരു സംശയം അടിസ്ഥാനമില്ലാതാണ് താങ്കൾ പറയുന്നു. പരാതി ജോസ് കെ മാണി തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ മറുപടി പറയുകയായിരുന്നു മാധ്യമങ്ങളോട്. യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല. ഇതിൽ ഗുണ്ടാ രാഷ്ട്രീയമാണ്, ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയമാണ്, അതിൽ വീണുപോകുന്നയാളല്ല താനെന്നും അദ്ദേഹം പറഞ്ഞു. വനം പരിസ്ഥിതി നിയമങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ കേരളം വിയോജിപ്പ് അറിയിച്ചു. നിയമങ്ങളിൽ മാറ്റം നിർദ്ദേശിക്കുന്ന സുബ്രഹ്മണ്യൻ സമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ദില്ലിയിൽ ചേർന്ന സംസ്ഥാന പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിലാണ് കേരളം നിലപാടറിയിച്ചത്. കടുവ സംരക്ഷണം, പശ്ചിമഘട്ട സംരക്ഷണം തുടങ്ങി കേരളത്തെ ബാധിക്കുന്ന മറ്റ് വിഷയങ്ങളിൽ നാളെ ചർച്ച നടക്കും. രാജ്യത്തെ വ്യവസായിക അന്തരീക്ഷം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് വനം പരിസ്ഥിതി നിയമങ്ങളിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച സുബ്രഹ്മണ്യൻ സമിതി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിനായാണ് 2 ദിവസത്തെ യോഗം ചേരുന്നത്. പരിസ്ഥിതി സംരക്ഷണ നിയമം, വനസംരക്ഷണ നിയമം, വനം വന്യജീവി നിയമം, ജല വായു മലിനീകരണ നിയന്ത്രണ നിയമം എന്നിവ ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളാണ് സുബ്രഹ്മണ്യൻ സമിതി റിപ്പോർട്ടിലുള്ളത്. സമിതി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്നതാണെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. സമിതി റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്ന 9 കാര്യങ്ങളിൽ കേരളത്തിനുള്ള ശക്തമായ വിയോജിപ്പ് അറിയിച്ചതായി മന്ത്രി പറഞ്ഞു. TS സുബ്രഹ്മണ്യത്തിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചയാണ് പ്രധാനമായിട്ടും അവിടെ നടന്നത്. അത് പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. അതിൽ കേരള ഗവൺമെൻറ്റിനുള്ള വിയോജിപ്പ് വളരെ ശക്തമായിട്ട് നമ്മൾ അറിയിക്കുകയുണ്ടായി. 9 പ്രധാന കാര്യങ്ങളിൽ നമ്മൾ TSR റിപ്പോർട്ടിനോട് വിയോജിക്കുകയാണ്. സുബ്രഹ്മണ്യൻ സമിതി റിപ്പോർട്ട് പ്രകാരം വ്യവസായിക ആവശ്യങ്ങൾക്ക് ആദിവാസി ഭൂമി ഏറ്റെടുക്കാൻ ഗ്രാമസഭകളുടെയും ഊരുസഭകളുടെയും ആവശ്യമില്ല. നിലവിൽ സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള പരിസ്ഥിതി അതോറിറ്റിയുടെ നിയന്ത്രണാധികാരം കേന്ദ്ര സർക്കാരിലേക്ക് മാറും. ഈ നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന്റെ സ്വതന്ത്ര അധികാരത്തെ ബാധിക്കുന്നതാണ് എന്ന നിലപാടാണ് കേരളം സ്വീകരിച്ചത്. സംസ്ഥാനങ്ങളിലെ വനം പരിസ്ഥിതി മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും 2 ദിവസത്തെ യോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമഘട്ട സംരക്ഷണം, കടുവ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളും 2 ദിവസത്തെ യോഗത്തിൽ ചർച്ചയാകും. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.